ഫ്രീഡം ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഒരുപാട് വീൽ ചെയറുകൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിനെല്ലാം നിങ്ങളുടെ നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഷെയർ ചെയ്തിട്ടുണ്ട്, എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഒരു പുതിയ ഫ്രീഡം കമോഡ് വീൽ ചെയർ ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ഇതുപോലത്തെ വീൽ ചെയർ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനെല്ലാം വ്യത്യസ്തമായിട്ട് ഏകദേശം 28 ഇഞ്ചോളം നമുക്ക് മാനുവലി ത്രെഡ് ടൈപ്പിൽ കറക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കമോഡ് വീൽ ചെയർ ആണ് പരിചയപ്പെടുത്തുന്നത്. ഇത് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന, വീട്ടിൽ പ്രായമായിട്ടുള്ള ആൾക്കാർ, അതുപോലെ തന്നെ നടക്കാൻ പറ്റാത്ത ഭാരം കൂടിയ ആൾക്കാർ, അവരൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ബാത്റൂമിലേക്ക് കൊണ്ടുപോകാനും ഇതിൽ തന്നെ കുളിപ്പിക്കാനൊക്കെ പറ്റുന്ന ഒരു കമോഡ് വീൽ ചെയർ ആണിത്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, ഇതിലെങ്ങനെയാണ് ആളെ കയറ്റുക, എങ്ങനെയാണ് ഇത് മൂവ് ചെയ്യുക, എങ്ങനെയാണ് ഇത് ക്ലോസറ്റിൻ്റെ മേളിൽ കൊണ്ടുപോവുക എന്നുള്ളതൊക്കെയാണ് കാണിക്കാൻ പോകുന്നത് വീഡിയോയിലൂടെ. വീഡിയോ മാക്സിമം കാണുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഈ വീൽ ചെയറിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക. ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി തരുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഇത്തരം വീൽ ചെയറുകൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 15-20 ദിവസം കൊണ്ട് തന്നെ ഇത് മേക്ക് ചെയ്തിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു തരുന്നതാണ്. ഇത് നിർമ്മിച്ചിട്ടുള്ളത് GP പൈപ്പാണ്. ഇതിൻ്റെ അധിക പാർട്സും വരുന്നത് GP പൈപ്പ് പൗഡർ കോട്ട് ചെയ്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം നനഞ്ഞാലൊന്നും തുരുമ്പിടിക്കാത്ത ടൈപ്പ് മെറ്റലാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ സ്റ്റാൻഡ്, ഈ സ്റ്റാൻഡ് 304 സ്റ്റീലിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരിക്കലും ഇത് 130 കിലോ ഭാരം താങ്ങുന്ന ഒരു വീൽ ചെയറാണ്. അപ്പോൾ അത്രയും ഭാരം താങ്ങിയാൽ ഒന്നും ആകാത്ത രൂപത്തിലാണ് ഇതിൻ്റെ മെറ്റീരിയൽ ഇതിന് നിർമ്മിച്ചിട്ടുള്ളത്. നല്ല ഹൈ ക്വാളിറ്റി GP പൈപ്പിലാണ് ഇതിൻ്റെ എല്ലാ ഭാഗവും നിർമ്മിച്ചിട്ടുള്ളത്. മെയിനായിട്ട് വരുന്ന ഈ പൈപ്പ് രണ്ടും വരുന്നത് സ്റ്റീലിലാണ്. ഏകദേശം 130 കിലോ കപ്പാസിറ്റിയാണ് ഈ വീൽ ചെയറിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള രണ്ട് ഭാഗവും സ്റ്റീലിലും 304 സ്റ്റീലിലാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള ഭാഗമൊക്കെ എല്ലാം GP പൗഡർ കോട്ടിംഗ് ആണ്. അതുകൊണ്ട് എത്ര വെള്ളം നനഞ്ഞാലും ഇതിന് ഒരു കംപ്ലൈൻറ്റും വരാത്ത രൂപത്തിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. 1 വർഷം കമ്പനി മാനുഫാക്ചറിങ് വാറണ്ടി ഈ ഫ്രീഡം ലൈഫിൻ്റെ കമോഡ് വീൽ ചെയറിന് തരുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാനും വളരെ ഈസി ആയിട്ട് ആളെ കെയർ ചെയ്യാനൊക്കെ പറ്റുന്ന രൂപത്തിലാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. അതുപോലെ ആളെ ഇരുത്തി കഴിഞ്ഞാൽ നമുക്ക് ബെൽറ്റ് ചെയ്യാനായിട്ട് 2 ബെൽറ്റ് ഇതിൽ വരുന്നുണ്ട്. അതായത് നമുക്ക് ബാലൻസ് ഇല്ലാത്തവരൊക്കെ ഇരുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് വെച്ചിട്ട് ബെൽറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഏറ്റവും ഡൗൺ പൊസിഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പം തറയിൽ നിന്ന് 18 ഇഞ്ചാണ് സീറ്റിലേക്കുള്ള ഹൈറ്റ്. ഇനി നമുക്കിത് ഫുള്ളായിട്ട് പൊക്കി വെച്ച് കഴിഞ്ഞാൽ എത്ര ഹൈറ്റിലേക്ക് വരും എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്കുള്ള ഏത് ഹൈറ്റിൽ വേണമെങ്കിലും നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് പൊക്കാനായിട്ട് വളരെ ഈസിയാണ്. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു ലിവർ വരുന്നുണ്ട്. ജസ്റ്റ് ആളതിൽ ഇരുത്തി കഴിഞ്ഞാൽ ഈ ലിവർ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ കറക്കാൻ പറ്റും. കണ്ടോ, വളരെ ഈസിയാണ്. ഇതേപോലെ വളരെ ഈസി ആയിട്ട് ഇതേപോലെ കറക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊങ്ങണത് കാണാം. നമുക്ക് വീൽ ചെയറിൻ്റെ ഈ ഫ്രെയിം കണ്ടോ, ഈ ഫ്രെയിം ഇവിടുന്ന് ഇങ്ങനെ പൊങ്ങുകയാണ് ചെയ്യുക. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കണ്ടോ, വളരെ സിമ്പിളാണ്. ഏത് ചെറിയ കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഇതിൻ്റെ ഈ ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത്. വളരെ ഈസി ആയിട്ടാണ്. കണ്ടോ, ഇതേപോലെ പൊങ്ങി വരും. അപ്പോൾ ആളുടെ ഭാരം വന്നാലും ഇതേ സംഭവം തന്നെ, ഇതേ ഈസി ആയിട്ട് ഇത്ര ഈസി ആയിട്ട് നമുക്ക് തിരിക്കാൻ പറ്റുന്നുള്ളതാണ്. ആളിരുത്തിയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. ആളിരുത്തിയാൽ എത്രത്തോളം ഇത് നമുക്ക് തിരിക്കാൻ പറ്റും എന്നുള്ളത് അപ്പം നമുക്ക് നോക്കാം. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് പൊങ്ങി, ഇതും ഏകദേശം ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആവും, ഇനി തിരിയത്തില്ല. ഇത്രയാണ് ഇതിൻ്റെ ആക്ഷൻ വരുന്നത്, ഇനി തിരിയത്തില്ല. അപ്പോൾ ഇത് ഏറ്റവും ടോപ്പിലേക്ക് പൊങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എത്ര ഇഞ്ചാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ തറയിൽ നിന്ന് ഏകദേശം 28 ഇഞ്ചിൻ്റെ മുകളിലേക്ക് 28 ഇഞ്ചോളം നിൽക്കുന്നുണ്ട്. അപ്പോൾ 28 ഇഞ്ച് എന്തായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൊക്കത്തിൽ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇപ്പോൾ ഇത്ര ഹൈറ്റൊക്കെ വരാൻ നമ്മളെ മെഡിക്കൽ കട്ടിലൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഈ ഹോസ്പിറ്റൽ ടൈപ്പ് കട്ടിലാണ് ഇത്രയും ഹൈറ്റ് വരിക. അപ്പോൾ അത്രയും ഹൈറ്റിലുള്ള ആ കട്ടിലുമെന്ന് പോലും ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആളെടുത്തിട്ട് ഇതേപോലെ ബാത്റൂമിലേക്കോ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ഒരു വീൽ ചെയർ ഉപയോഗിച്ചുകൊണ്ട് ഒരുവിധപ്പെട്ട ഭാരമുള്ള ആൾക്കാരൊക്കെ പൊക്കിയിട്ട് ഇത്രയും ഹൈറ്റ് കൂടി 28 ഇഞ്ചോളം ഹൈറ്റുള്ള കട്ടിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആളുകളെ എടുത്ത് കൊണ്ടുവരാൻ പറ്റും. പിന്നെ അതിനോടൊപ്പം തന്നെ പറയാനുള്ളത്, ഇതിപ്പോൾ ഇനി
ഈ 18 ഇഞ്ച് മുതൽ 28 ഇഞ്ച് വരെയാണ് ഇത് പൊങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എവിടെ വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ തിരിച്ചിങ്ങനെ കറക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ നമുക്ക് ഇത്ര ഹൈറ്റാണ് നമ്മൾ കട്ടില്ലെങ്കിൽ അവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അതുപോലെ കുറച്ചുകൂടി തിരിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് താഴേക്ക് ഇറങ്ങും. അപ്പോൾ നമുക്ക് ഏത് പൊസിഷനിലാണോ നമ്മളുടെ കട്ടിലിൻ്റെ ഹൈറ്റ്, അപ്പോൾ ആ ഒരു പൊസിഷനിൽ നിർത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഓപ്പൺ ചെയ്തിട്ട് ആളെ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുപോലെ അതിൻ്റെ കൂടെ നമുക്കൊരു എക്സ്ട്രാ കുഷൻ ഇതേപോലെ വരുന്നുണ്ട്. ഇതെന്തിനാ വെച്ചാൽ നമുക്ക് നോർമലി ഇപ്പം ബാത്റൂമിൽ കൊണ്ടുപോകല്ല, കുളിപ്പിക്കാനൊന്നും കൊണ്ടുപോകല്ല, അത് സമയത്ത് നമ്മളുടെ വീട്ടിലുള്ള ആളുകളെ നമ്മൾ ഡൈനിങ് ഹാളിലേക്കോ അല്ലെങ്കിൽ സിറ്റ് ഔട്ടിലേക്കോ ഒക്കെ ഇതിലിരുത്തിയിട്ട് കൊണ്ടുവരാം. ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടോ കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് ആളെ ഇരുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു സംഭവം അടിയിലൂടെ അങ്ങനെ വെച്ച് കൊടുക്കുക. ഈ അടിയിലൂടെ ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്ക് ഇതിൽ സുഖമായിട്ട് ഇരിക്കാൻ, ഹോൾ അവിടെ ക്ലോസ് ആവും. ഇത് വെച്ച് കൊടുത്താൽ ആളതിലിരുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ തള്ളി കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുക്കാം. അതുപോലെ തന്നെ സിറ്റ് ഔട്ടിലൊക്കെ വേണമെങ്കിൽ കൊണ്ടുവരുത്താൽ, ഡൈനിങ് ഹാളിലേക്ക് എവിടേക്ക് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല ടൈലിട്ട നിലമൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് ഇത് ഉരുട്ടി കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ വീലുകളും കാര്യങ്ങളൊക്കെയാണ് ഇത് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ കാണുന്ന വീൽ ചെയർ പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള കമോഡ് വീൽ ചെയറാണ്. അതുപോലെ തന്നെ ഒരു മാനുവൽ വീൽ ചെയർ ആയിട്ടും അത്യാവശ്യം വീടിൻ്റെ ഉള്ളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് വീൽ ചെയറാണ്. ഇതിൻ്റെ കുഷ്യനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന കുഷ്യനൊക്കെ വെള്ളം നനഞ്ഞാൽ വെള്ളം അതിൻ്റെ അകത്തേക്ക് പോകാത്തൊരു മെറ്റീരിയലാണ് ഇതിൻ്റെ ക്ലോത്തൊക്കെ വന്നിട്ടുള്ളത്. ഒരു തുണി പോലെ തന്നെയാണ്, പക്ഷേ വെള്ളം നനഞ്ഞാൽ കുഴപ്പമില്ലാത്ത രൂപത്തിലാണ് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത്. അതാണെങ്കിൽ ഇപ്പം ഈ കുഷ്യനാണെങ്കിലും അതുപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ കുഷ്യനൊക്കെ നമുക്ക് ഊരിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ അടിയിൽ സ്ട്രാപ്പ് ചെയ്തേക്കാണ്. ഇത് ഊരിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വൃത്തിയാക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. പിന്നെ ബൈ ചാൻസ് ഇപ്പോൾ 1-2 വർഷം കഴിഞ്ഞ് ഇത് കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ ഇത് നമ്മളോട് പറഞ്ഞത് മാറ്റി തരും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് മെറ്റീരിയലാണ് ഇതിൻ്റെ കുഷ്യനും കാര്യങ്ങളോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ തന്നെ ആംബ്രസ്റ്റ്, ഇത് കൈ വെക്കാനായിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള ആംബ്രസ്റ്റ് രണ്ടിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രീഡം കമോഡ് വീൽ ചെയർ നോർമലി ഈ ഒരു ടൈപ്പിലാണ് വരിക. ഞാൻ പറഞ്ഞല്ലോ 18 മുതൽ 28 ഇഞ്ച് വരെ പൊങ്ങുന്ന രീതിയിലാണ് വരിക. അതുപോലെ തന്നെ ഒരു ടോട്ടൽ വിഡ്ത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ബാത്റൂമിലേക്കൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള സംഭവം. പല ആൾക്കാരും വിളിക്കുമ്പോൾ ചോദിക്കുന്നത് ബാത്റൂമിൻ്റെ ഡോറ് എന്ന് പറയുന്നത് വളരെ വീതി കുറവാണ്, അപ്പോൾ എന്താ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നോർമലി ഇതിൻ്റെ ഒരു വീതി ഈ ഫ്രെയിം മുതൽ ഈ ഫ്രെയിം വരെ ഏകദേശം 22 ഇഞ്ചാണ് വരിക. 22 ഇഞ്ച് വീതിയാണ് നോർമൽ ടൈപ്പിൽ ഇത് വരിക, ബേസിക് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ സീറ്റിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഏകദേശം 20 ഇഞ്ചാണ് വരുന്നത്. നമ്മൾ ഇരിക്കുന്ന കുഷ്യൻ്റെ വിഡ്ത്ത് 20 ഇഞ്ചാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹോള്, ഇപ്പോൾ ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാവും, ഇതിൻ്റെ ഹോള് എന്ന് പറയുന്നത് തടിയില്ലാത്ത ആൾക്കാരൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പോകില്ല എന്നുള്ളത്. അപ്പോൾ അതും കൂടി ഞാനൊന്ന് സംശയം ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ജസ്റ്റ് അളവ് കാണിച്ചത്. ഏറ്റവും സ്പേസ് കൂടിയ അളവ് എന്ന് പറഞ്ഞാൽ 8 ഇഞ്ചാണ്. ഇവിടെയാണ് ഇതിൻ്റെ ഏറ്റവും സ്പേസ് കൂടിയ ഭാഗം വന്നത്, ഇത് 8 ഇഞ്ചാണ്. അതുപോലെ ഫ്രണ്ടേജ് വരുന്നത് ഏകദേശം 4.5 ഇഞ്ചോളമേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഒരാളിരുന്ന് കഴിഞ്ഞാലും ഇതിലൂടെ കൈയിട്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്ലീൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബാക്കിലേക്ക് വരുമ്പോൾ ഇതിങ്ങനെ ചുരുങ്ങിയിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുവിധമുള്ള ആൾക്കാരൊക്കെ ഇരുന്നാലും ഇത് കറക്റ്റ് പൊസിഷനായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. അതുപോലെ അതിൻ്റെ ബാക്ക് റെസ്റ്റിൻ്റെ ഉയരം എന്ന് പറഞ്ഞാൽ ഏകദേശം സീറ്റ്, നമ്മൾ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് 11 ഇഞ്ചാണ് ഇതുവരെ വരിക. ഈ ഒരു ഹൈറ്റിലേക്ക് 11 ഇഞ്ചാണ് വരിക കേട്ടോ. അതുപോലെ ഫ്രണ്ടേജ് ഏകദേശം, ഫ്രണ്ടിൻ്റെ അളവിന് ആവശ്യമില്ല, ഇതിവിടെ പിടിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ആവശ്യം വരിക. അപ്പോൾ ബാക്ക് റെസ്റ്റിൻ്റെ അളവ് ഏകദേശം 11 ഇഞ്ചാണ് വരിക. അപ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു മെഷർമെൻ്റാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ചില ആൾക്കാർക്ക് ബാത്റൂമിൻ്റെ ഡോറ് ഇപ്പോൾ 20 ഇഞ്ചിൽ, ഇത് 22 ഇഞ്ചാണ്, അപ്പോൾ 20 ഇഞ്ചിൽ താഴെ ആയിരിക്കും, അല്ലെങ്കിൽ 20 ഇഞ്ച് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 22 ഇഞ്ച് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്തരം ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ അവരുടെ ആളുടെ വെയിറ്റ് നോക്കിയിട്ട്, ഇപ്പോൾ വെയിറ്റ് ഒരു 100 കിലോ ഉണ്ട്, അപ്പോൾ നിങ്ങൾ പറയുകയാണ് ഞങ്ങൾക്ക് ഡോറിന് ഇത്ര വലുപ്പമുള്ളൂ എന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം 100 കിലോ ഒരാൾക്ക് ഇരിക്കണമെങ്കിൽ അതായത് ഇത്ര സ്പേസ് വേണം വീൽ ചെയറിന്. അതല്ല നിങ്ങളുടെ ആൾ വളരെ തടി കുറവാണ്, ഇപ്പോൾ ഒരു 60 കിലോ ഒക്കെ ഉള്ളൂ വെയിറ്റ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീൽ ചെയറിൻ്റെ ടോട്ടൽ വിഡ്ത്ത് നമുക്ക് കുറക്കാൻ പറ്റും. അത് ഏകദേശം ഒരു 18 ഇഞ്ച് വരെയൊക്കെ മാക്സിമം നമുക്ക് കുറക്കാം, അതിലപ്പുറം കുറക്കാൻ പറ്റില്ല. 18 ഇഞ്ച് വരെ ഇതിൻ്റെ ടോട്ടൽ വിഡ്ത്ത് കുറക്കാൻ പറ്റും. അപ്പോൾ എന്തുണ്ടാവുക വെച്ചാൽ സീറ്റിൻ്റെ വിഡ്ത്തും കൂടി അതിനനുസരിച്ച് കുറയും. അപ്പോൾ തടിയില്ലാത്ത ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, സുഖമായിട്ട് വലിയ പ്രശ്നമില്ലാതെ തന്നെ ഇരിക്കാൻ പറ്റും. പക്ഷേ തടിയുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ വിഡ്ത്ത് കുറച്ച് കഴിഞ്ഞാൽ എന്താവും, അതിൽ കുടുങ്ങിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തടിയില്ലാത്ത ആൾക്കാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം അതിൻ്റെ വിഡ്ത്ത് കുറച്ച് കൊടുക്കാൻ പറ്റും. പിന്നെ ചില സിറ്റുവേഷനിൽ ഇപ്പം ഇങ്ങനെ ഇരിക്കാൻ പറ്റാത്ത ആൾക്കാർ, അവർക്ക് നിർബന്ധമായിട്ടും ഇവിടെ ഹെഡ് റെസ്റ്റ് വേണ്ടി വരും, ബാക്ക് റെസ്റ്റ് വേണ്ടി വരും. അപ്പോൾ ബാക്ക് റെസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഊരാൻ പറ്റുന്ന രൂപത്തിൽ ഇവിടെ എക്സ്ട്രാ ഫിറ്റിങ്സ് കൊടുത്തിട്ട് ഒരു ഇത്ര ഹൈറ്റിൽ അല്ലെങ്കിൽ തലയുടെ ഹൈറ്റിൽ നിങ്ങൾ പറയുന്ന ഹൈറ്റിലേക്ക് ഇതിൻ്റെ ഹെഡ് റെസ്റ്റ് കൂടി ചെയ്തിട്ട് തരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് ആ ഒരു രൂപത്തിലേക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടും ഈ വീൽ ചെയറിനെ നമ്മൾ കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഈ വീൽ ചെയർ ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഒരു 20 ദിവസം കൊണ്ടൊക്കെ നിങ്ങൾക്ക് ഇത് മേക്ക് ചെയ്തിട്ട് നിങ്ങളുടെ വീട്ടിലെത്തിക്കുന്ന രൂപത്തിലാണ് സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 1 വർഷം വാറണ്ടിയാണ് ഫ്രീഡം ലൈഫ് തരുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നതിലൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിയിൽ കമൻറ്റായിട്ട് ചോദിച്ചാൽ നിങ്ങൾക്കുള്ള മറുപടി തരുന്നതാണ്. അല്ലെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം. അതുപോലെ തന്നെ പിന്നെ ഇതുപോലത്തെ ഒരുപാട് മോഡൽ വീൽ ചെയറുകൾ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അധിക വീൽ ചെയറുകളും ഈ രൂപത്തിൽ വരുന്നത് ഒരു 18 ഇഞ്ച് 20 ഇഞ്ച് വരെയാണ് പൊങ്ങുക. പക്ഷേ നമ്മളത് 18 ഇഞ്ച് മുതൽ 28 ഇഞ്ച് വരെ പൊങ്ങുന്നതാണ്. അതിൻ്റെ പ്രത്യേകത. അതായത് ഈ ഒരു മെക്കാനിസം അത്രയുണ്ട് ഈ പൈപ്പ്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഈ കറക്കിക്കൊണ്ട് പൊക്കുന്ന പൈപ്പ്. അപ്പോൾ ഇത് അത്രയും ഉയരത്തിലേക്ക് നമുക്ക് പൊക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു സംഭവം ഇതുവരെ മാർക്കറ്റിൽ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുന്നത്. ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നതാണ്. ഒരുപാട് പിന്നെ ആളുകൾ ചോദിച്ച് വരുന്നൊരു സാധനമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈഡ്രോളിക് ടൈപ്പ് ഉണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹൈഡ്രോളിക് ടൈപ്പാണ്. ഇതിങ്ങനെ പിടിച്ച് കറക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കാലുകൊണ്ട് ഇങ്ങനെ പെഡൽ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവരെന്ത് ചെയ്യുക, ഈ ലിങ്കിൽ പോയിട്ട് അതിൻ്റെ വീഡിയോ കാണുക. അപ്പോൾ അതും ഇതിനേക്കാളും കുറച്ചുകൂടി ഈസി ആയിട്ടൊരു മോഡലാണ്. ഒരുപാട് ആളുകൾ അന്വേഷിച്ച് വരുന്നൊരു സാധനമാണ്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന സാധനമാണ്. കാരണം ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ വീട്ടിൽ പ്രായമായിട്ടുള്ള ആളുകൾ, അതുപോലെ ഭാരം കൂടിയിട്ട് നടക്കാൻ പറ്റാത്ത ആളുകൾ, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരെ ഈസി ആയിട്ട് കെയർ ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചിട്ട് 1-2 ആഴ്ച കഴിയുമ്പോഴാണ് കറക്റ്റ് അത് ഫ്രണ്ട്ലി ആവത്തുള്ളൂ. ഫസ്റ്റ് തന്നെ നമ്മൾ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കുമ്പം കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ അതൊന്ന് യൂസർ ഫ്രണ്ട്ലി ആവണമെങ്കിൽ 2 ആഴ്ചയെങ്കിലും നമ്മളിതിങ്ങനെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് ഇത് ഫ്രണ്ട്ലി ആവുക. അപ്പോൾ അത്തരം ആളുകളൊക്കെ എന്ത് ചെയ്യുക, ഇത് പിന്നെ വേണ്ട ആളുകൾ ഇതിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, അപ്പോൾ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരും. അതുപോലെ തന്നെ മിക്ക ആളുകൾക്കും വരുന്നൊരു ബുദ്ധിമുട്ടാണ്, ഇപ്പോൾ ഇതിൻ്റെ ഈ അടിവശം, ഈ ഒരു ഫ്രെയിം ഉണ്ടല്ലോ, ഇത് ഏകദേശം ഒരു 7 ഇഞ്ചോളം വരുന്നുണ്ട്. കാരണം 4 ഇഞ്ചിൻ്റെ വീലാണ് അതിലിട്ടിട്ടുള്ളത്. അതിന് കഴിച്ചിട്ട് ഇത് 7 ഇഞ്ച് ഹൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ നോർമലി നമ്മളെ ചില വീട്ടിലുള്ള കട്ടിൽ, ഇപ്പോൾ പുതിയ മോഡൽ കട്ടിലൊക്കെ തന്നെ അടിയിൽ ഇങ്ങനെ ക്ലോസ് ആക്കിയിട്ടോ കൊടുക്കുന്ന കട്ടിലുകളുണ്ടാവും. അപ്പോൾ അത്തരം കട്ടിലുകളൊക്കെ ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് 7 ഇഞ്ചോളം ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഹൈറ്റ് കഴിഞ്ഞിട്ട് ഈ ഒരു ഹൈറ്റ് കഴിഞ്ഞിട്ട് ശകലം കൂടി ഉയരം നിങ്ങളുടെ അടിവശം വേണം. ഈ ഒരു 7 ഇഞ്ച് കഴിച്ച് ശകലം കൂടിയും പൊക്കം നിങ്ങളുടെ കട്ടിലിൻ്റെ അടിവശത്തും വേണം. അല്ലെങ്കിൽ ഇത് കൊള്ളത്തിൽ അവിടെ തടവ് വരും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ വീല് ഞങ്ങളോട് പറയണം, ഇത്ര ഹൈറ്റുള്ളൂ ഞങ്ങളുടെ കട്ടിലിൻ്റെ അടിവശം, അപ്പോൾ ഈ വീല് ഉയരം കുറച്ച് തരണം എന്ന് പറയുകയാണെങ്കിൽ മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ പരമാവധി ഉയരം കുറഞ്ഞ വീല് വെച്ചിട്ട് തരും. എങ്കിലും ഇതൊരു 5 ഇഞ്ചൊക്കെ വരും. എത്ര കുറച്ച് കഴിഞ്ഞാലും ഒരു 5 ഇഞ്ചൊക്കെ ഈ ഹൈറ്റ് വരും. അതിലപ്പുറത്തേക്ക് നമുക്ക് കുറക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ഇതിനെ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഈ ഒരു ബാർ വെച്ചേക്കുന്ന ഒരു സംഭവത്തിന് ഇതിൻ്റെ ഫൂട്ട് റെസ്റ്റും വരുന്നത്. ഇതൊരു ഫൂട്ട് റെസ്റ്റ് എന്ന് പറയാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഇതിലിരിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ കാല് വെച്ചിട്ട് ഇരിക്കാൻ പറ്റും. ഇതിങ്ങനെ പൊക്കി വെച്ചിട്ട് അവരുടെ കാലിൻ്റെ ഒരു ടേണിങ് അനുസരിച്ചിട്ട് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇത് വെക്കുക. അപ്പോൾ കറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ചവിട്ടിയിട്ട് ഇരിക്കാൻ പറ്റും. ഇനി അതല്ല ബാത്റൂമിലൊക്കെ പോയി ഇരിക്കുന്ന സമയത്താണെങ്കിൽ കാല് നമുക്ക് എന്ത് ചെയ്യാം, പുറത്തേക്കും ഇട്ട് വെക്കാൻ പറ്റും. കാരണം ഇതിൽ നമുക്ക് കൂടുതൽ ഇങ്ങോട്ടോ അങ്ങോട്ടോ കൊടുക്കാൻ കഴിയില്ല. അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്ലോസറ്റിൽ പോയിട്ട് തടയും. ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ പിന്നെ കട്ടിലിൻ്റെ ഭാഗങ്ങളൊക്കെ വരുമ്പം ഇവിടെ ലോക്കായിട്ട് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഫ്രെയിമിൽ വേറെ നമുക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഫ്രെയിം ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതായത് ഇതിപ്പോൾ കണ്ടത് ഇങ്ങനെ ഫ്രീ ആയിട്ട് കറങ്ങുന്ന രൂപത്തിലാണ്. അപ്പോൾ ഇതിങ്ങനെ കറക്കുന്ന സമയത്ത് ഇത് അനങ്ങാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ ഈ ഭാഗത്ത് ഫ്രണ്ടിൽ വരുന്ന 2 വീലിനും ബ്രേക്ക് വരുന്നുണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യണം, ഇതിങ്ങനെ അമർത്തി കൊടുത്താൽ രണ്ടും ഇതേപോലെ ലോക്കാവും. ഇതിങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് അനങ്ങത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അനങ്ങാത്ത രൂപത്തിൽ തന്നെ ഇതിനെ പെഡൽ ചെയ്തിട്ട് പൊക്കാനും താഴ്ത്താനും പറ്റും. അതുപോലെ തന്നെ പിന്നെ എന്ത് ചെയ്യണം, ആളെ വലിച്ചു കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കാലുകൊണ്ടൊന്ന് ജസ്റ്റ് കാലിൻ്റെ ഒരു ഭാഗം കൊണ്ട് ജസ്റ്റ് ഇവിടുത്തെ ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി. ജസ്റ്റ് അതെന്ത് ചെയ്യും, ഇതേപോലെ റിലീസാവും. അതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആളെ തള്ളിക്കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമ്മൾ കട്ടിൽ കിടക്കുന്ന ഒരാളെ ഇതിലേക്ക് എങ്ങനെയാണ് ഇരുത്തുക എന്നുള്ളത് പല ആളുകളും ചോദിക്കുന്ന ഒരു സംശയമാണ്. പലർക്കും ഡൗട്ട് ഉണ്ട്. അതുപോലെ തന്നെ പല ആളുകൾ ഇത് വാങ്ങിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം അതങ്ങനെ പറ്റാത്തതുകൊണ്ട് ഈ സംഭവം നമുക്ക് തിരിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കുകയാണ്. ഒരിക്കലും ഇങ്ങനെ കിടക്കുന്ന ഒരു പൊസിഷനിലുള്ള ആളെ ഒരിക്കലും നമുക്കത് വെച്ചിട്ട് അതിൽ പൊക്കാൻ പറ്റില്ല. അത് പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്ത് ശ്രദ്ധിക്കണം. കാരണം കിടക്കുന്ന ഒരാളെ അതിൽ നമുക്ക് കയറ്റാൻ കഴിയില്ല. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഈ കിടക്കുന്ന ആളെ നമ്മൾ
പൊക്കിയിട്ട് എണിപ്പിച്ചിരുത്തണം. എന്നിട്ട് കാല് രണ്ടും എന്ത് ചെയ്യണം, കട്ടിലിൻ്റെ താഴേക്ക് തൂക്കിയിട്ട് ഇരിക്കുന്ന രൂപത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിനായിട്ട് ഞാനിന്ന് ഡെമോ കാണിക്കുകയാണ്. അപ്പോൾ ഇത് പല ആൾക്കും നമ്മൾ ചോദിക്കുന്നതാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, ആദ്യം കാല് രണ്ടും താഴേക്ക് തൂക്കിയിട്ടിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആളെ ഇതേപോലെ താഴേക്ക് ഇരുത്തുക. ഇപ്പോൾ ഈ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇരുത്താൻ പറ്റുന്ന ആളുകളെ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ കമോഡ് വീൽ ചെയറിൽ പൊക്കിക്കൊണ്ട് പോകാൻ പറ്റുക. അപ്പോൾ അല്ലാത്ത ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുക അല്ലെങ്കിൽ മടങ്ങി കിടക്കുക അങ്ങനെ ചെയ്യുന്ന കിടക്കുന്ന രൂപത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിലൊരിക്കലും നമുക്ക് പൊക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ ഞാനിപ്പോൾ കിടക്കുന്ന രൂപത്തിന് എന്ത് ചെയ്തു, കറക്റ്റ് ഇങ്ങനെ ഇരിക്കുന്ന പൊസിഷനിലേക്ക് വന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ആളിങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ ഇരിക്കുന്ന ഒരു പൊസിഷനിൽ ആൾക്കാർ പിടിച്ചിട്ടൊക്കെ ഇരുത്തിയാൽ മതി. ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഇരിക്കാൻ പറ്റണം. ഇനി നമ്മളെ വീൽ ചെയറിനെ കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മളെ വീൽ ചെയർ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ സുഖമായിട്ട് റൂമിൻ്റെ ഉള്ളിലൂടെ ഒക്കെ ഉരുട്ടി കൊണ്ടുപോകാൻ പറ്റുന്നൊരു മോഡലാണ്. ഇങ്ങനെ കൊടുന്ന് വെച്ചതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മൾ ഈ സംഭവത്തിനെ ഓപ്പൺ ചെയ്യണം. നേരത്തെ കാണിച്ച ലോക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഓപ്പൺ ചെയ്യുക. അങ്ങനെ ഓപ്പൺ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, ആളെ സെൻറ്റർ ഭാഗത്താക്കിയിട്ട്, അപ്പോൾ ഞാനിരിക്കുന്നതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് ഇതിൻ്റെ വീലുകൾ കൊണ്ടുവരിക. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ കട്ടിലിൻ്റെ അടിയിലേക്ക്, അപ്പോൾ ഇതിൻ്റെ കട്ടിലിൻ്റെ അടി ഫുള്ളി ഒഴിവാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ടിലിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോകണം. ഇപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതിൽ തടയുന്നുണ്ട് കണ്ടോ, ഇതിപ്പോൾ 18 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ കട്ടിൽ കുറച്ചുകൂടി ഹൈറ്റ് കൂടുതൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം കുറച്ച് ഇത് കറക്കിയിട്ട് നമ്മൾ കറക്റ്റ് കട്ടിലിൻ്റെ ഹൈറ്റിലേക്ക് ഇതിനെ പൊക്കണം. ഇങ്ങനെ പൊക്കി കഴിഞ്ഞാൽ കറക്റ്റ് ഇതിങ്ങനെ എന്ത് ചെയ്യും, ഇതേപോലെ വരും. ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, അപ്പോൾ കാല് ഇങ്ങനെ വരുമ്പോൾ കാലിവിടെ തടയും. അപ്പോൾ കാല് പൊക്കിയിട്ട് എന്ത് ചെയ്യണം, നമ്മളെ ഈ ഫ്രെയിമിലേക്ക് ഇങ്ങനെ കയറ്റി വെക്കണം. ഇനി ഫുള്ളായിട്ട് എന്ത് ചെയ്യുക, നമ്മളെ ഈ സംഭവം തള്ളിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇങ്ങനെ കൊടുത്തിട്ട് ആദ്യം നമ്മളെ വീൽ ചെയർ എന്ത് ചെയ്യുക, ഇവിടെ ലോക്ക് ചെയ്യുക, ബ്രേക്ക് ചെയ്യണം. അപ്പോൾ വീൽ ചെയർ അങ്ങോട്ട് പോകത്തില്ല. ഇനി നമ്മൾ ആളെ ഇതിൽ പിടിപ്പിക്കുക. ഇതിൽ ആളെ പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഒരാളെന്തായാലും വേണം കേട്ടോ, സ്വന്തമായിട്ട് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ആളെ പിടിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മളെന്ത് ചെയ്യുക, ഇരിക്കുന്ന ആളെ ഒരു വശത്തേക്ക് ചെരിക്കുക. എന്നിട്ട് ഈ വശത്തേക്ക് ചെരിക്കുമ്പം ഇങ്ങനെ ഇതിവിടെ അകത്തേക്ക് കയറുന്നത് കാണാം. ഇവിടെ അകത്തേക്ക് ഇതേപോലെ കയറും. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഭാഗത്ത് പിടിച്ചിട്ട് ഈ ഭാഗത്ത് നിന്ന് വീണ്ടും അപ്പുറത്തെ സൈഡ് എന്ത് ചെയ്യുക, ഇങ്ങനെ പിടിച്ചിട്ട് അപ്പുറത്തെ സൈഡിൽ ഇങ്ങോട്ട് ചെരിക്കുക. ഇനി ഈ ഓപ്പോസിറ്റ് സൈഡ് അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഈ വശത്തേക്ക് ചെരിച്ചിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ ബാക്കിൽ കാണിച്ച ആ ഹോൾ ഉണ്ടല്ലോ, ആ ഹോളിലേക്ക് നമ്മൾ ആ പൈപ്പ് ശരി കയറ്റി വെക്കണം. കണ്ടോ, ഇതേപോലെ കയറ്റി വെക്കുക. അപ്പോൾ അത് തുടക്കത്തിലോ കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ എന്താവും, അതിങ്ങനെ ലൂസായിട്ടൊക്കെ വരും. അപ്പോൾ നമുക്ക് സുഖമായിട്ട് കയറ്റാൻ പറ്റും. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ ആളെ കയറ്റി കറക്റ്റ് എന്ത് ചെയ്തു, ഇത് ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ബാലൻസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുക്കുക. സീറ്റ് ബെൽറ്റ് ഇട്ടാൽ ഇങ്ങനെ ഒരുവിധമൊക്കെ മുന്നേക്ക് വരുന്നതിനൊരു സംഭവം ഉണ്ടാവും. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഇട്ടിട്ട് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുകയോ ചെയ്യാം. ഇപ്പോൾ ഒരു രൂപത്തിൽ നമ്മൾ ആളതിൽ കയറ്റി ക്ലോസ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ ഞാനിതിലിരിക്കുമ്പോൾ എൻ്റെ കാല് ഓൾറെഡി നീളം കൂടുതലാണ്, പക്ഷേ നമുക്ക് എന്താണ്, കാല് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഇത് ജസ്റ്റ് പൊക്കുക. ഇത് നമ്മളെന്ത് ചെയ്യുക, ഇതേപോലെ തന്നെ ഈസി ആയിട്ട് നേരത്തെ പൊക്കിയ പോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ പൊക്കാൻ പറ്റും. കൂടുതൽ ടൈറ്റും കാര്യങ്ങളൊന്നും വരില്ല. നമ്മുടെ കാലിങ്ങനെ കറക്റ്റ് ആകുന്ന പോലെ കണ്ടോ, എൻ്റെ കാല് ഇപ്പോൾ അടിയിലേക്ക് പോകുന്നുണ്ടോ, കറക്റ്റ് കാല് അടിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ പൊങ്ങി വരുമ്പോൾ എന്ത് ചെയ്യും, കറക്റ്റായിട്ട് കാല് നേരെ എൽ ഷേപ്പിൽ ഇരിക്കുന്ന പോലെ ഈ ഒരു ഷേപ്പിൽ വെക്കുക. ഇപ്പം എൻ്റെ കാലെന്തായി, കറക്റ്റ് എൽ ഷേപ്പിൽ തന്നെ ആയി. ഈ ഒരു രൂപത്തിൽ ഇരിക്കുമ്പോഴാണ് ആൾക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റുള്ളൂ, മറ്റേത് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു രൂപത്തിൽ എൽ ഷേപ്പിൽ കാലിരിക്കുന്ന പോലെ വെച്ചതിൻ്റെ ശേഷം നമ്മൾ ബ്രേക്ക് എന്ത് ചെയ്യുക, നേരത്തെ നമ്മൾ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് റിമൂവ് ചെയ്യുക. ബ്രേക്ക് റിമൂവ് ചെയ്തു. ഇനി നമുക്ക് ഇത് വലിക്കാം, റിലീസ് ചെയ്യാം. ഇതേപോലെ റിലീസ് ചെയ്തിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബ്രേക്ക് റിലീസ് ചെയ്തിട്ട് വേണ്ട സ്ഥലത്തേക്ക് ഇതേപോലെ കൊണ്ടുപോകാം. നമുക്ക് ബാത്റൂമിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നേരെ ബാത്റൂമിലേക്ക് കൊണ്ടുപോവുക. ഇപ്പോൾ ഇതിൻ്റെ അടിവശം ഈ കാണിച്ച പോലെ തന്നെ എന്താണ് ഓപ്പൺ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ക്ലോസറ്റ് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ക്ലോസറ്റിൻ്റെ മുകളിലേക്ക് കറക്റ്റ് ഇങ്ങനെ തിരിച്ചിട്ട്, ഇവിടെ ഇപ്പോൾ ക്ലോസറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്കത് കാണിക്കാൻ പറ്റുന്നില്ല. ക്ലോസറ്റിൻ്റെ മുകളിലേക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ഇങ്ങനെ തിരിച്ച് കയറ്റാൻ പറ്റും. അപ്പം ഇവിടെ ക്ലോസറ്റൊക്കെ നേരെ എന്ത് ചെയ്യുക, കൊണ്ടുപോയിട്ട് ക്ലോസറ്റിൻ്റെ മുകളിൽ കയറ്റുക. ഇനി ഇപ്പം ഇതിരിക്കുന്നത് പൊസിഷൻ നമുക്ക് കാണാം. ഇത് ക്ലോസറ്റിനോട് ചാരി വെക്കണമെങ്കിൽ എന്ത് ചെയ്യുക, വീണ്ടും നമ്മൾ തിരിച്ചിട്ട് താഴേക്ക് കുറച്ച് താത്തിക്കും. ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്രേക്ക് ചെയ്തിട്ട് ഇതേപോലെ താഴേക്ക് താത്തുക.
ഇതേപോലെ ഫുള്ള് താത്തുമ്മൻ്റെ കാലുണ്ട്, പൊങ്ങി പൊങ്ങി വരികയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, കാല് റിലീസിന് വേണ്ടിയിട്ട് ഫുള്ള് കുറേ നേരമൊക്കെ ഇരിക്കേണ്ട ആളുകളാണെങ്കിൽ കാലെടുത്തിട്ട് എന്ത് ചെയ്യുക, നേരെ ഇങ്ങനെ താഴേക്ക് വെച്ച് കൊടുക്കുക. ഇതേപോലെ താഴേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കാലിൽ താഴേക്ക് വെച്ചപ്പോൾ എനിക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്നത്. മറ്റേത് ബാത്റൂമിൽ ഇരിക്കുമ്പോൾ ഇപ്പോൾ കുറേ സമയം നമുക്ക് ഇരിക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ കാലിങ്ങനെ വെച്ചാൽ ബാത്റൂമിൻ്റെ ഇത് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ടല്ലോ. അല്ലെങ്കിൽ പിന്നെ ബാത്റൂം പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ തെറിക്കാതിരിക്കാൻ വേണ്ടി ക്ലോസറ്റിനോട് അറ്റാച്ച് ചെയ്ത് വെക്കുകയാണ് നല്ലത്. അപ്പോൾ അറ്റാച്ച് ചെയ്ത് വെക്കുമ്പോൾ ഇതേപോലെ കാലെന്ത് ചെയ്യുക, താഴേക്ക് എടുത്ത് വെക്കുക. ഇനി നമ്മളെന്ത് ചെയ്യുക, ആൾക്ക് ബാത്റൂം പോവുക, കുളിക്കുക, അതോ കഴിഞ്ഞിട്ട് ഇപ്പോൾ ബാത്റൂമിൽ പോലെ കഴിഞ്ഞിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് ഇത് പൊക്കിയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഷവറിൻ്റെ ചോട്ടിലേക്ക് മൂവ് ചെയ്ത് കൊണ്ടുപോകാം. അങ്ങനെ കൊണ്ടുപോകാം. അപ്പോൾ ഞാൻ തുണി എടുത്തിരിക്കൊണ്ടാണ് ഇവിടെയൊക്കെ ബ്ലോക്കായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ബാത്റൂം പോകുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഫ്രീ ആയിരിക്കും, അപ്പോൾ ഇവിടെയൊക്കെ ഓപ്പൺ ആയിരിക്കും. അപ്പോൾ നമുക്ക് നമ്മളെ കൈ ഈ ഒരു ഗ്യാപ്പിലൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ക്ലീൻ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇവിടെ ഓപ്പണാണ് ഫുള്ളായിട്ട്, അങ്ങോട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ ബാക്കിലൂടെ ഒക്കെ ഇപ്പോൾ വേറെ ആൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. ഇനി അടിവശത്ത് നിന്ന് കഴുകി കൊടുക്കാനാണെങ്കിൽ അങ്ങനെയും പറ്റും. അപ്പോൾ ഏത് രൂപത്തിൽ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കമോഡ് വീൽ ചെയറാണ് ഫ്രീഡം ലൈഫ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇനി നമ്മൾ ബാത്റൂമിൽ പോലും കുളിയോ കഴിഞ്ഞു, ഇനി നമ്മൾ തിരിച്ചെന്ത് ചെയ്യുക, ബെഡിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടി എന്താണ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ കാല് താഴത്തേക്ക് എടുത്ത് വെച്ചേക്കാണ്. ആ കാല് ജസ്റ്റ് എന്ത് ചെയ്യുക, ഇങ്ങനെ പൊക്കിയിട്ട് ഇതിന് മേളിൽ തന്നെ കയറ്റുക. അതിന് ആദ്യം എന്ത് ചെയ്യുക, ആദ്യം കുറച്ച് പൊക്കിയാൽ മതി, എന്നാൽ കറക്റ്റ് നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളത് കുറച്ച് പൊക്കി നമ്മൾ കാലൊന്ന് റിലീസായതിന് ശേഷം എന്ത് ചെയ്യുക, കാല് ഇതേപോലെ ഇതേപോലെ കാല് നമ്മൾ എന്ത് ചെയ്യുക, എടുത്ത് വെക്കുക. അതിൻ്റെ ശേഷം ഫുള്ളായിട്ട് പൊക്കുക. നമ്മൾ കാല് നേരത്തെ പോലെ എൽ ഷേപ്പിൽ കാണിച്ച പോലെ എൽ ഷേപ്പിലാകുന്ന പോലെ നമ്മൾ പൊക്കുക. ഇപ്പോൾ നമ്മളത് ഏകദേശം കാല് എൽ ഷേപ്പിൽ, കാലെന്താ വെച്ചാൽ കാലിങ്ങനെ ഇരിക്കുമ്പോൾ ഈ മസിൽ വരുന്ന ഭാഗം ഈ കുഷ്യനിൽ തട്ടണം എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്ക്. അതായത് ഇങ്ങനെ തട്ടിയിട്ടില്ലെങ്കിൽ എപ്പോഴും പ്രഷർ ഇങ്ങോട്ട് അധികം വരും. അപ്പോൾ എൽ ഷേപ്പിലാകുമ്പോൾ ഈ വശം തട്ടുന്ന പോലെ തന്നെ കാലിൻ്റെ മസിൽ ഇവിടെയും തട്ടണം. ആ ഒരു രൂപത്തിൽ ഇരുന്ന് കഴിഞ്ഞാലാണ് ഇരിക്കുന്ന ആൾക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുക. അപ്പോൾ അങ്ങനെ പൊക്കി നമ്മളെന്ത് ചെയ്യുക, ബ്രേക്ക് റിലീസ് ചെയ്തിട്ട് വലിക്കുക. അപ്പോൾ അങ്ങനെ പൊക്കി നമ്മളെന്ത് ചെയ്യുക, ബ്രേക്ക് റിലീസ് ചെയ്തിട്ട് വലിക്കുക. രണ്ട് ബ്രേക്കും റിലീസ് ചെയ്തു, നമ്മളെ വലിക്കുകയാണ്. ഞാൻ ഇതിൻ്റെ മുമ്പേ ഒരു സംഭവം കൂടി കാണിച്ചു തരാം. ഇപ്പോൾ ഇത് നമ്മൾ ബാത്റൂം പോകുന്ന കാണിച്ച്, ഈ നോർമൽ ടൈപ്പിൽ ഇപ്പോൾ നമുക്ക് ആളെ ഇരുത്തിയിട്ട് ഒന്ന് റിലാക്സിന് വേണ്ടിയിട്ട് ഡൈനിങ് ഹാളിലോ ഭക്ഷണം കഴിക്കാനൊക്കെ ഇരുത്തുന്ന സമയത്ത് ഒരു എക്സ്ട്രാ കുഷൻ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഈ എക്സ്ട്രാ കുഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മാനുവൽ വീൽ ചെയർ ഇരിക്കുന്ന രൂപത്തിൽ വെക്കാം. അപ്പോൾ ഇത് ഇരുത്തണമെങ്കിൽ ഇത് ഇവിടെ നിന്നൊന്നും കയറ്റാൻ പറ്റത്തില്ല, സൈഡിൽ നിന്ന് മാത്രമേ കയറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബെൽറ്റ് ഒന്ന് റിലീസ് ചെയ്തിട്ട്, അപ്പോൾ നമ്മൾ കൈയൂത്തി പൊങ്ങാൻ പറ്റുന്നവരാണ് ജസ്റ്റ് ഒന്ന് പൊങ്ങി കൊടുക്കുക. അല്ലാത്തവരെ നമ്മൾ എന്ത് ചെയ്യുക, ആരെങ്കിലും ഒന്ന് പതുക്കെ പൊക്കിയതിൻ്റെ ശേഷം ഇതേപോലെ എന്ത് ചെയ്യുക, ഇതേപോലെ ആ കുഷ്യൻ കറക്റ്റ് ഇത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. കണ്ടോ, ഇതേപോലെ ഇരിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്ത് ചെയ്യാം, ഇവിടെ വേണമെങ്കിൽ ഫുഡ് ട്രേ ഒക്കെ പിടിപ്പിച്ചാൽ ഇവിടെ നിന്നിട്ട് അയാൾക്ക് ഫുഡ് കൊടുക്കാനും അതിനൊക്കെ സുഖമായിട്ട് പറ്റും. ഇവിടെ ഫുഡ് ട്രേ ഒക്കെ വേണമെങ്കിൽ ഹുക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഫുഡ് ട്രേ ഒക്കെ നമുക്ക് കിട്ടും. അതൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ ആൾക്ക് ഫുഡ് കൊടുക്കാനൊക്കെ പറ്റും. അതുപോലെ തന്നെ കുറേ സമയം സിറ്റ് ഔട്ടിലോ ഡൈനിങ് ഹാളിലോ ഒക്കെ ഇങ്ങനെ ഒന്ന് ഉരുട്ടിക്കിടാം. ഇരിക്കല്ലോ, ഇതേപോലെ അങ്ങനെ ഉരുട്ടി കൊണ്ടുപോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എവിടെ വേണമെങ്കിലും കൊണ്ടുവരുത്താൻ പറ്റും. ഇതിന് ഇങ്ങനെ മണ്ണിട്ട സ്ഥലമൊന്നും പറ്റില്ല, നല്ല ടൈലിട്ട മുറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലമൊക്കെ ആണെങ്കിൽ നമുക്ക് ഏതിലൂടെയും വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതാണ് ഈ എക്സ്ട്രാ കുഷ്യൻ കൊണ്ട് വരുന്നത്. ഇനി നമ്മൾ വീണ്ടും ബെഡിലേക്ക് തന്നെ പോവുകയാണ്. ബെഡിൽ കൊടുത്തിട്ട് എങ്ങനെയാണ് തിരിച്ച് നമ്മൾ ആളെ ബെഡിലേക്ക് ഇരുത്തുക എന്നുള്ളതുകൂടി കാണിച്ചു. ഇതിങ്ങനെ യൂസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ ഇത്ര ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. കാരണം അല്ലെങ്കിൽ ഒരു ബാലൻസിങ്ങിൻ്റെ പ്രശ്നമൊക്കെ നമുക്കിങ്ങനെ തോന്നും. അതൊരു 1-2 ആഴ്ചയൊക്കെ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് സിമ്പിളായിട്ട് നമുക്കിത് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. പരമാവധി ഇവിടെ നോക്കുക, ഇവിടെ പരമാവധി കട്ടിലിനോട് അടുത്ത് നിന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, വീൽ ചെയർ ബ്രേക്ക് ചെയ്യണം. ഇങ്ങനെ ബ്രേക്ക് ചെയ്തതിൻ്റെ ശേഷം എന്ത് ചെയ്യുക, നമ്മളെ പരമാവധി കട്ടിലിൽ നമ്മൾ ബെഡിൽ ഇത് മുട്ടുന്ന പോലെ ഇത് താഴ്ത്തിയിട്ട് ബെഡിനോട് അറ്റാച്ച് ചെയ്ത് വെക്കുക. ഇതിപ്പോൾ കൈകൊണ്ടൊക്കെ പറ്റുന്ന ആളാണെങ്കിൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാം കേട്ടോ. ഇപ്പം നമുക്ക് കൈകൊണ്ട് പ്രശ്നമില്ലാത്ത ആളാണ്, സ്വന്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിങ്ങനെ താഴ്ത്താൻ പറ്റും. കണ്ടോ, ഇതേപോലെ താഴ്ത്തിയിട്ട് എവിടെയാണോ നമുക്ക് വേണ്ടിച്ചാൽ അവിടെ കൊണ്ടുപോയിട്ട് നല്ലോണം ബെഡിനോട് അടുപ്പിച്ച് മുട്ടിച്ച് നിർത്തുക.
ഇപ്പോൾ ഏകദേശം ബെഡുമ്പോൾ മുട്ടിയുണ്ടോ, ഇതേപോലെ മുട്ടി. ഇനി മുട്ടി കഴിഞ്ഞാൽ നേരത്തെ എന്ത് ചെയ്യണം, നമ്മൾ ലോക്ക് ചെയ്ത സ്ഥലം ഉണ്ടല്ലോ, ആ ലോക്ക് ചെയ്ത സ്ഥലം അൺലോക്ക് ചെയ്യണം. ആദ്യം ബെൽറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ബെൽറ്റ് നമ്മൾ ഊരണം, എന്നിട്ട് അത് അൺലോക്ക് ചെയ്യുക. ഇതേപോലെ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ തന്നെ ഈ സൈഡിലേക്ക് ചെരിയുക, ഈ സൈഡ് ആദ്യം നമ്മൾ റിലീസ് ചെയ്യുക, എന്നിട്ട് ഈ സൈഡിലേക്ക് ചെരിയുക, ഈ സൈഡിൽ നിന്ന് മറ്റേ സാധനം നമ്മൾ എന്ത് ചെയ്യുക, റിലീസ് ചെയ്യുക. അത് ടൈറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുത്താൽ മതി. ടൈറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ച് പൊക്കി കൊടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ കാല് കുറച്ച് ഇത് വലിക്കുക, ബ്രേക്ക് റിലീസ് ചെയ്യുക. എന്നിട്ട് സാധനം വലിക്കുക, കുറച്ചുകൂടെ വലിക്കുക. എന്നിട്ട് നമ്മൾ കാല് ആദ്യം എന്ത് ചെയ്യുക, എടുത്ത് താഴേക്ക് വെക്കുക. കുറച്ചുകൂടി വലിക്കുക, കാല് രണ്ടുകൂടി താഴേക്ക് വെക്കുക. ഇനി നമ്മളെ വീൽ ചെയർ കംപ്ലീറ്റ്ലി ബാക്കിലേക്ക് എടുക്കുക. എടുക്കുമ്പോൾ കാലൊക്കെ ശ്രദ്ധിക്കണുണ്ടോ, കാരണം കാലുമേൽ നിന്ന് കയറി പോയത്. കാലൊക്കെ അറിയാത്ത ആൾക്കാരാണെങ്കിൽ, ഇപ്പം നമ്മളൊക്കെ പോലത്തെ ആൾക്കാരാണെങ്കിൽ ഇത് തൊട്ടാലൊന്നും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് എടുക്കുമ്പോഴും വെക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ, കാലുമൊക്കെ കയറരുത്. ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യുക, ആളെ നേരത്തെ ഉണ്ടായിരുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കിടക്കേണ്ട ആളുകളാണെങ്കിൽ കിടത്തുക, ഇരിക്കേണ്ട ആളുകളാണെങ്കിൽ ഇരുത്തുക. ഇതേപോലെയാണ് ഈ സംഭവം യൂസ് ചെയ്യുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇതിപ്പോൾ ഇങ്ങനെ ഡെമോ കാണിക്കുമ്പോൾ കുറച്ചധികം സമയം ഉണ്ടെങ്കിലും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത് സ്ലോവിൽ ചെയ്യുന്നത് കേട്ടോ. കാരണം ഇതൊരു 2-3 സെക്കൻഡ്, ഒരു അര മിനിറ്റ് കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ്. ഇതിപ്പോൾ ഒരു അരമണിക്കൂർ വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് കാര്യങ്ങൾ ഓരോ സ്റ്റെപ്പ് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി ചെയ്ത് കാണിച്ചു തരുമ്പോഴാണ് ഇത്രയും സമയം എടുക്കുന്നത്. മറ്റേത് കൊണ്ടുവരിക, ഓപ്പൺ ചെയ്യുക, കയറ്റുക, കൊണ്ടുപോവുക, ബാത്റൂമിൽ കൊണ്ടുപോകുക, അതാണ് ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. അതിന് ഇത്ര സമയം എടുക്കില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു വരുമ്പോൾ കുറേ സമയം എടുക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഉപയോഗം. ഇതിൻ്റെ ഉപയോഗം മെയിനായിട്ട് വരുന്നത് വയസ്സായിട്ടുള്ള പ്രായമായിട്ടുള്ള ആളുകൾ വീട്ടിലുണ്ടെങ്കിൽ അവരെ എടുത്തു കൊണ്ടുപോകേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ള മറ്റ് കാരണം കൊണ്ടുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾ എടുത്തു കൊണ്ടുപോകേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ അവർക്കൊരു ഭാരം കുറക്കുക എന്നുള്ളതാണ് ഇത്തരം വീൽ ചെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അവരുടെ ഒരു കെയറിങ് ഈസി ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഫ്രീഡം ലൈഫ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളോ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമ്മൾ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്ലോസറ്റ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബാത്റൂം ഏകദേശം നമുക്കറിയാലോ സ്പേസ് ഉണ്ടാകുന്ന ക്ലോസറ്റ് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് എങ്ങനെയാണ് ആളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ജസ്റ്റ് തള്ളിക്കൊണ്ടുവരിക. ആ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ആളെ അതിലിരുത്തിയിട്ട്, ഇപ്പോൾ ഞാനത് ഇറങ്ങിയിട്ടുണ്ട്, എന്നാലും നമുക്ക് കാണിച്ചു തരാം എങ്ങനെ കൊണ്ടുവരിക എന്നുള്ളത്. കൊണ്ടുവരാൻ കുറച്ച് പൊക്കിക്കോ. നമ്മൾ ഒരു ക്ലോസറ്റിൻ്റെ ഏകദേശം ഒരു ഹൈറ്റ് 18 ഇഞ്ചൊക്കെയാണ് വരിക. അപ്പോൾ കുറച്ച് എന്ത് ചെയ്യുക, ആളുടെ കാലിങ്ങനെ എൽ ഷേപ്പിൽ ഇരിക്കണ മാതിരി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ക്ലോസറ്റിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഇതേപോലെ തള്ളിക്കൊണ്ടുവരിക. കറക്റ്റ് ചെയ്ത് കണ്ടോ, ഇതേപോലെ വെക്കുക, കൊണ്ടുവരിക. ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ഈ ഹോള് കണ്ടോ, ഈ ഹോള് സെൻറ്റർ ഹോള് കണ്ടോ, ഇത് ഈ ഭാഗത്തിരിക്കുന്ന പോലെയാണ് സെറ്റ് ചെയ്യേണ്ടത്. കാരണം ഇങ്ങോട്ട് നീങ്ങിയിരുന്നാൽ കംപ്ലീറ്റ്ലി ചിലപ്പോൾ ക്ലോസറ്റിലേക്ക് പോകില്ല. അപ്പോൾ കുറച്ച് മുന്നിലേക്ക് വലിക്കുക. കാരണം കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഈ ഇതേപോലെ ഈ ഒരു ഹോളിൽ കറക്റ്റ് ചെയ്യണ പോലെ വെക്കുക. കണ്ടോ, ക്ലോസറ്റിൻ്റെ കുഴിയും നമ്മളുടെ ഈ മെയിൻ വീതി കൂടിയ ഹോളും ഒരേ ഭാഗത്ത് വരുന്ന പോലെ വീൽ ചെയർ നമ്മൾ ബ്രേക്ക് ചെയ്യുക. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീൽ ചെയർ പിന്നെ അനങ്ങത്തില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്ലോസറ്റിലേക്ക് വേണമെങ്കിൽ നമുക്ക് താഴത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ക്ലോസറ്റിന്മേൽ തട്ടുന്ന പോലെ പുറത്തേക്കൊന്നും തെറിച്ച് പോകാത്ത പോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ താഴ്ത്തി വെക്കാൻ പറ്റും. ഇതേപോലെ ക്ലോസറ്റിൻ്റെ അടുത്തേക്ക് ഏകദേശം ക്ലോസറ്റിലേക്ക് തട്ടുന്ന പോലെ ഇങ്ങനെ വെക്കാൻ പറ്റും. കണ്ടോ, ഈ ഒരു ഹൈറ്റിലേക്ക് സാധനം വരും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാത്റൂം പോലും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ബ്രേക്ക് റിലീസ് ചെയ്യുക. ആദ്യം നമ്മൾ ബ്രേക്ക് റിലീസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, കുറച്ച് വേണമെങ്കിൽ പൊക്കേണ്ട ആവശ്യമില്ല. കാരണം ക്ലോസറ്റിൽ തട്ടുന്നില്ല. ഇങ്ങനെ തന്നെ വലിച്ചാലും ഇത് പോരും. കണ്ടോ, ജസ്റ്റ് വലിച്ചു നോക്കിയാൽ ബ്രേക്ക് വന്നിട്ടില്ല. ബ്രേക്ക് റിലീസ് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ തന്നെ വലിച്ചാലും ക്ലോസറ്റ് എല്ലാം ഒരേ ഹൈറ്റാണ് ഉണ്ടാവുക. അപ്പോൾ ക്ലോസറ്റിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാതെ തന്നെ വലിച്ചു കൊണ്ടുപോകാൻ പറ്റും. എന്നിട്ട് നേരത്തെ കാണിച്ച പോലെ ബെഡിൽ കൊണ്ടുപോയിട്ട് കിടത്തുക. അപ്പോൾ നമ്മൾ പറഞ്ഞത് ത്രെഡ് ടൈപ്പിനെ കുറിച്ചിട്ടാണ് കൂടുതൽ പറഞ്ഞത്. ഈ രണ്ട് സംഭവത്തിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ കാണാത്തവർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, അതിൻ്റെ വീഡിയോ പോയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഒരെണ്ണം 24 ഇഞ്ച് പൊങ്ങുന്നതും ഒരെണ്ണം 28 ഇഞ്ച് പൊങ്ങുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എങ്ങനെ വരിക എന്നുള്ളത് ഈ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കുകയാണ്. മറ്റേത് നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ള 28 ഇഞ്ച് പൊങ്ങുന്നതിൻ്റെയാണ്. അപ്പോൾ രണ്ടെണ്ണം ഒരുമിച്ച് വന്നുകൊണ്ട് ഇതിൻ്റെ ഡിഫറൻസ് കാണിക്കാനായിട്ട് ഇത് രണ്ടും പൊക്കി വെച്ചിട്ടുള്ള ഒരു ഹൈറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നോർമലി താഴ്ന്ന് ഇരിക്കുമ്പോൾ രണ്ടും 18 ഇഞ്ചാണ് വരിക. പക്ഷേ പൊക്കി വെക്കുമ്പോൾ ഒരു 4 ഇഞ്ചിൻ്റെ ഡിഫറൻസ് വരും. അപ്പോൾ ഒരെണ്ണം നമുക്ക് നോർമൽ കട്ടിൽ, നമ്മുടെ വീട്ടിലെ കട്ടിൽ ഉപയോഗിക്കാനും ഉയരം കൂടിയത് നമ്മളെ മെഡിക്കൽ കട്ടിലും കൂടി രണ്ടിലും കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ രണ്ടും ഒന്ന് പൊക്കിയിട്ട് നോക്കാം. നേരത്തെ കൈ കൊണ്ട് ഇങ്ങനെ കറക്കുന്ന ഈസിയായിട്ട് കറക്കുന്ന കാണിച്ചത്.
അപ്പോൾ ഇത് രണ്ടും കാലുകൊണ്ട് പൊക്കുന്നതാണ്, കാരണം കാലുകൊണ്ട് ചവിട്ടിയിട്ട് പൊക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പെഡല്. ഈ പെഡൽ താഴേക്കും മേൽക്കും ആയി കഴിഞ്ഞാൽ നമ്മളെ ജാക്കൊക്കെ പമ്പ് ചെയ്യണ പോലെ തന്നെയാണ് ഇത് രണ്ടും ഉള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് പൊക്കുക എന്നുള്ളത് കാണിക്കാം. സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ താണ്ടോ ഈ കാണുന്ന പോലെ പെഡൽ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ പൊങ്ങി വരും. ഹൈഡ്രോളിക് ടൈപ്പ് ഉള്ളത് പെഡൽ ചെയ്യാൻ കേട്ടോ. അതിങ്ങനെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ആളിരുന്നാലും ഇതേപോലെ പൊങ്ങി വരും. ത്രെഡ് ടൈപ്പിൻ്റെ പോലെ തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. പൊങ്ങി ഇങ്ങനെ വരും. ഇത് ഒരെണ്ണം നമുക്ക് 24 ഇഞ്ച് വരെ പൊങ്ങത്തുള്ളൂ. ഇത് ലാസ്റ്റ് എത്തി കഴിഞ്ഞാൽ അതിൻ്റെ ചവിട്ടുന്നത് നിൽക്കും. അതിലപ്പുറത്തേക്ക് പിന്നെ നമ്മൾ പെഡൽ ചെയ്യരുത്. ഇതിൽ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഹൈറ്റിലാണ് ഇത് ഉണ്ടാവുക. ഇനി അടുത്ത് പൊക്ക്. സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. ആർക്ക് ചെറിയ പിള്ളേർക്ക് വരെ ചവിട്ടിയിട്ട് പൊക്കാൻ പറ്റും. ആ ഒരു രൂപത്തിലാണ് ഇതിൻ്റെ ഡിസൈന്. ഇത് രണ്ടും ഞാൻ കാണിക്കുന്നത് രണ്ട് ഹൈറ്റിൽ വരുന്ന സാധനം കണ്ടോ. ഇത് 24 ഇഞ്ച് പൊങ്ങുന്നതും അത് 28 ഇഞ്ച് പൊങ്ങുന്നതാണ് കണ്ടോ. അപ്പം നോർമലി തന്നെ നമുക്കറിയാം ഇതിനേക്കാളും കൂടുതൽ പൊക്കത്തിലേക്ക് അത് പൊങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം ഇത് 24 ഇഞ്ച് പൊങ്ങുന്നതും ഇത് 28 ഇഞ്ച് പൊങ്ങുന്നതാണ്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മളെ വീട്ടിലൊക്കെ ഉള്ള നോർമൽ കട്ടിൽ അത്യാവശ്യം ഉയരല്ലേ, 24 ഇഞ്ച് വരെ ഉയരമുള്ള കട്ടിലിൽ നിന്ന് തന്നെ ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. അതിൽ അപ്പുറം നമ്മളെ മെഡിക്കൽ കട്ടിലുണ്ടല്ലോ, നമ്മളെ ഹോസ്പിറ്റൽ സൈസ് കട്ടിൽ, അല്ലെങ്കിൽ പാലിയേറ്റീവ് എന്നോ കൊണ്ടുവരുന്ന കട്ടിൽ, ആ കട്ടിൽ നിന്നും കൂടി എടുക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഇതിൻ്റെ ഹൈറ്റ് വരിക. ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് നിലത്തുനിന്ന് എത്രയാണ് വരുന്നത് നോക്കട്ടെ. ഇത് 28 ഇഞ്ച് വരെ നമുക്ക് പൊക്കാം. അപ്പോൾ 18 ഇഞ്ചിൻ്റെയും 28 ഇഞ്ചിൻ്റെയും ഇടക്കായിട്ടുള്ള ഏത് പൊസിഷനിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും, അവിടെ നിർത്താൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇത് ഇങ്ങോട്ട് വെക്കുകയാണെങ്കിൽ ഇത് വരുന്നത് 24 ഇഞ്ചാണ് കണ്ടോ. 24 ഇഞ്ചാണ് ഇത് പൊക്കാൻ പറ്റുക. അപ്പോൾ 18 ഇഞ്ചിൻ്റെയും 24 ഇഞ്ചിൻ്റെയും ഇടക്കായിട്ട് അതിനെ നമുക്ക് എന്താക്കാൻ പറ്റും, പൊക്കാനും താഴ്ത്താനും പറ്റും. അതേപോലെ തന്നെ ഇത് നേരത്തെ കാണിച്ചത് ഏറ്റവും ടോപ്പിലേക്ക് 28 ഇഞ്ച് പൊങ്ങുന്നതാണ്. നേരത്തെ തന്നെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇതേപോലെ പൊക്കി കഴിഞ്ഞാൽ ആ ഫസ്റ്റ് ഇരിക്കുന്ന നമ്മളെ മെഡിക്കൽ കട്ടിൽ നിന്നൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ഉയരത്തിലേക്ക് ത്രെഡ് ടൈപ്പ് ആണെങ്കിൽ ഇത് പൊങ്ങും. ഇതിൽ ചെറുത് വരുന്നില്ല കേട്ടോ. ഇതിൽ ഒരൊറ്റ ഹൈറ്റുള്ളതാണ് വരുന്നത്. അപ്പോൾ 18 ഇഞ്ച് മുതൽ 28 ഇഞ്ച് വരെ ഈ ഒരു സംഭവത്തിനെ നമുക്ക് ഇതേപോലെ പൊക്കാൻ പറ്റും കണ്ടോ. വളരെ ഈസിയാണ് കേട്ടോ. ആളിരുന്നാൽ കുറച്ചുകൂടി ഒരു ടൈറ്റ് കൂടുന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. എൻ്റെ പെഡലിംഗ് ഒന്നും. ഇത് വരുന്നത് 28 ഇഞ്ചാണ്. ഓക്കെ. അപ്പോൾ 28 ഇഞ്ചാണ് ഈ ത്രെഡ് ടൈപ്പ് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കൽ ബെഡിൽ നിന്ന് എടുക്കാൻ ഇത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഹൈഡ്രോളിക് ടൈപ്പ് ആണെങ്കിൽ ആ തലക്ക് കാണുന്ന ഉപയോഗിക്കാം. നിങ്ങൾക്ക് വീട്ടിൽ ബെഡിലും കട്ടിലും മാത്രം ഉപയോഗിക്കാനാണെങ്കിൽ ഈ ഒരു സംഭവം കൂടി വാങ്ങിക്കാം. അപ്പോൾ ഏത് വാങ്ങിച്ചാലും ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഒരേ രൂപത്തിലാണ്. പിന്നെ കസ്റ്റമൈസേഷൻ നിങ്ങൾക്ക് ആവശ്യമുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് റെസ്റ്റ് വെക്കുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്തു തരും. ഈ ബക്കറ്റ് ഉണ്ടല്ലോ, ബക്കറ്റ് എല്ലാത്തിനും നമ്മൾ വെക്കാറില്ല, ആവശ്യമുള്ളവർക്ക് മാത്രമേ വെച്ച് കൊടുക്കുള്ളൂ. അപ്പോൾ ബക്കറ്റ് വേണമെന്ന് പറഞ്ഞാൽ ബക്കറ്റ് വെച്ച് തരും. അതുപോലെ തന്നെ ചാരി ഇരിക്കുന്ന സംഭവം തല വരെയുള്ളത് വെക്കണം എന്ന് പറഞ്ഞാൽ അത് വെച്ച് തരും. ബാത്റൂമിൻ്റെ ഡോറ് വീതി കുറഞ്ഞ ആളുകൾക്ക് വീതി കുറച്ചിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും, ആളുടെ വെയിറ്റിനനുസരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ പറയുന്ന പോലെ ഏത് മോഡലിലേക്ക് വേണമെങ്കിലും ഇതിനെ കസ്റ്റമൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നമ്മൾ ഇത് ആളെ കൊണ്ടുപോകുമ്പോൾ മാക്സിമം നമ്മളിത് ഹൈറ്റിലേക്ക് ഫുൾ ഹൈറ്റിൽ വെക്കരുത്. ഫുൾ ഹൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് കിട്ടില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആളുടെ കാലിങ്ങനെ ശരിക്കും എൽ ഷേപ്പിലാവുന്ന ഒരു ഹൈറ്റിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുപോകാനാണ് നമുക്ക് ബാലൻസ് കിട്ടാനായിട്ടൊക്കെ ഏറ്റവും സുഖം. അപ്പോൾ അത് പൊക്കാനും താഴ്ത്താനായിട്ട് കാണുന്ന പോലെ ഇതിൽ പെഡൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൊങ്ങും. ജസ്റ്റ് മുകളിലേക്ക് ഇങ്ങനെ പൊക്കി പിടിച്ച് കഴിഞ്ഞിട്ട് ശകലം ഭാരം കൊടുക്കണം. വെയിറ്റ് ഇല്ലെങ്കിൽ താഴില്ല. വെയിറ്റ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതിങ്ങനെ താഴേക്ക് പോകും. ഓക്കെ. ആളിരിക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യാനില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ആളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു വെയിറ്റ് ഇങ്ങനെ കൊടുക്കേണ്ടി വരും, അപ്പോഴേ താഴേക്ക് പോവുള്ളൂ. അപ്പോൾ ഇതേപോലെ പൊക്കി പിടിച്ച് കഴിഞ്ഞാൽ താഴേക്ക് പോകും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതും അതേപോലെ തന്നെ നമുക്ക് ക്ലോസറ്റിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരാം. ഇതേപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഹോള് കറക്റ്റ് നോക്കുക. ഹോള് കറക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അത് പൊട്ടിക്കണ്ട. ഇതേപോലെ ഹോള് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, വീൽ ചെയർ നമ്മൾ ലോക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളുടെ ബാത്റൂം പോലും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, തിരിച്ച് വലിച്ചു കൊണ്ടുപോവുക. ഇത് ഹൈറ്റ് അഡ്ജസ്റ്റും കാര്യങ്ങളും നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള രൂപത്തിൽ വെച്ചിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെയാണ് ഏത് ത്രെഡ് ആണെങ്കിലും ഹൈഡ്രോളിക് ആണെങ്കിലും ഈ കമോഡ്, ഫ്രീഡം കമോഡ് വീൽ ചെയറിൽ ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ പിന്നെ നമ്മളിത് ഉപയോഗിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് നേരത്തെ പറഞ്ഞല്ലോ സ്റ്റീലും GP പൈപ്പും പൗഡർ കോട്ട് ചെയ്ത് വരുന്ന സാധനമാണ്. പിന്നെ അതിൻ്റെ കുഷനും കാര്യങ്ങളൊക്കെ വാട്ടർ പ്രൂഫാണ്, വെള്ളം നനഞ്ഞാൽ കുഴപ്പമില്ലാത്തതാണ്. എന്നിരുന്നാലും നമ്മളുടെ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒരു ജസ്റ്റ് ഉണങ്ങിയ മുണ്ടുകൊണ്ട് ഒന്ന് ജസ്റ്റ് തുടച്ച് ഉണക്കി വെക്കുക, ഡ്രൈ ആക്കി വെക്കുക. അതുപോലെ തന്നെ ബാത്റൂമിൽ തന്നെ വെക്കാതെ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലോങ് ലൈഫായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും.
എപ്പോഴും വെള്ളം നനഞ്ഞിരിക്കുമ്പോൾ ഏത് സ്റ്റീലാണെങ്കിലും ചെറിയൊരു കറയും കാര്യങ്ങളും വരും. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞതിൻ്റെ ശേഷം എന്ത് ചെയ്യുക, ഒരു ഉണങ്ങിയ തുണി അതിനായിട്ട് മാറ്റി വെച്ചിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഫൈബർ ക്ലോത്തൊക്കെ നമുക്ക് കിട്ടില്ല, അങ്ങനത്തെ ഒരു ഫൈബർ ക്ലോത്തൊക്കെ വാങ്ങി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ പൈപ്പും കാര്യങ്ങളൊന്ന് വെള്ളം ഉണങ്ങുന്ന പോലെ തുടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു കറിയാകാത്ത പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ കാലം വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഫ്രീഡം കമോഡ് വീൽ ചെയറിൻ്റെ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പങ്കുവച്ചത്. ഇത് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരം വീൽ ചെയർ ആവശ്യമുള്ള ആളുകൾ അറിയുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് എത്തിച്ചു കൊടുക്കുക. അതുപോലെ ഇത് ആർക്കെങ്കിലും വീൽ ചെയർ ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 1 വർഷത്തെ വാറൻറ്റിയോട് കൂടി ഓൺസൈറ്റ് സർവീസോട് കൂടി ഫ്രീഡം ലൈഫ് നിങ്ങൾക്ക് വീൽ ചെയർ നിങ്ങൾ ഓർഡർ ചെയ്താൽ ഒരു 20 ദിവസം കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചേരുന്നതാണ്. നിങ്ങൾ ഓർഡറിനനുസരിച്ചിട്ടാണ് ഇത് മേക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മളിവിടെ നിർമ്മിച്ചിട്ടാണിത് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നിർമ്മിക്കാനായിട്ട് കുറച്ച് സമയം ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്താൽ മാത്രമേ ഉള്ളൂ നിർമ്മിക്കുക. അപ്പോൾ നിർമ്മിച്ചിട്ട് ഒരു 20 ദിവസം കൊണ്ടൊക്കെ നിങ്ങൾ വീട്ടിലേക്ക് ഡെലിവറി തരും. അപ്പോൾ ആർക്കെങ്കിലും ഈ വീൽ ചെയർ ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.